Hello students, welcome to another video of engineering graphics. This is projection of lines in the രണ്ടാമത്തെ വീഡിയോ ആണ്. First വീഡിയോയിൽ lines parallel to VP and HP, lines contained in one or both planes, lines perpendicular to HP and parallel to VP, lines perpendicular to VP and parallel to HP. എന്നിങ്ങനെ ഈ ഒരു 4 ഓറിയന്റേഷൻസിൽ വരുന്ന ലൈൻസിൻ്റെ പ്രൊജക്ഷൻസും ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വരച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻസ് ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP, ഈ ഒരു ഓറിയന്റേഷനിൽ വരുന്ന ലൈൻസിൻ്റെ പ്രൊജക്ഷൻസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2-3 പ്രോബ്ലംസും ചെയ്യും. കൂടുതലായിട്ട് പോളിടെക്നിക് ഗ്രാഫിക്സ് എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു 3 ഓറിയന്റേഷൻസിൽ നിന്നാണ്. ലൈൻസ് ഇൻക്ലൈൻ ടു HP പാരലൽ ടു VP, ലൈൻസ് ഇൻക്ലൈൻ ടു VP പാരലൽ ടു HP ആൻഡ് ലൈൻസ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ്. ലൈൻസ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ഈ 2 കേസ് ലൈൻസ് ഇൻക്ലൈൻ ടു HP പാരലൽ ടു VP, ലൈൻസ് ഇൻക്ലൈൻ ടു VP പാരലൽ ടു HP, ഈ 2 കേസിൽ നിന്നാണ് കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കുന്നത്. ലൈൻസ് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആൻഡ് പാരലൽ ടു അതർ. അപ്പോൾ ഇതിൽ ഞാൻ 1-2 ടേംസ് ഒക്കെ പറയും. ട്രൂ ലെങ്ത്, അപ്പാരൻറ്റ് ലെങ്ത്, ട്രൂ ഇൻക്ലിനേഷൻ, അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ എന്നൊക്കെ. ഇതിൽ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ലൈനിൻ്റെ ആക്ച്വൽ ലെങ്ത് ആണ്. ശരിക്കുള്ള ലൈനിൻ്റെ ലെങ്ത് എത്രയാണോ അതിനെയാണ് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പാരൻറ്റ് ലെങ്ത് ഇസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ദാറ്റ് ഇസ് വ്യൂഡ് ഫ്രം ഫ്രണ്ട് ഓർ ടോപ്പ് അറ്റ് എൻ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് വെൻ ദ ലൈൻ ഇസ് ഇൻക്ലൈൻ ടു ദ റെഫറൻസ് പ്ലെയിൻസ്. ചില സിറ്റുവേഷൻസിൽ ലൈൻസിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്, ആ ഫുൾ ലെങ്ത് നമുക്ക് ചില വ്യൂവിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കേസിൽ കാണാൻ പറ്റുന്നത് ട്രൂ ലെങ്തിനെക്കാളിലും ലെങ്ത് കുറവായിട്ടുള്ള ലൈനായിരിക്കും. അപ്പോൾ ആ ലെങ്തിനെയാണ് അപ്പാരൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. അതുപോലെ തന്നെ ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ലൈനിൻ്റെ ആക്ച്വൽ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഏതെങ്കിലും ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ട്രൂ ആംഗിളിനെയാണ് ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യൂവിൽ, ഫ്രണ്ട് വ്യൂവിലോ ടോപ്പ് വ്യൂവിലോ സൈഡ് വ്യൂവിലോ നോക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്ന ഇൻക്ലിനേഷനെയാണ് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ സിമ്പിൾസ് ഉണ്ട്. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പിയുമായിട്ട് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ട്രൂ ആംഗിളിനെ അല്ലെങ്കിൽ ട്രൂ ഇൻക്ലിനേഷനെ തീറ്റ എന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ VP, അത് ഫൈ എന്ന സിമ്പൽ യൂസ് ചെയ്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ വിത്ത് HP ആണെങ്കിൽ അത് ആൽഫ, അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ വിത്ത് VP ആണെങ്കിൽ ബീറ്റ. തീറ്റ, ഫൈ, ആൽഫ, ബീറ്റ, ഇതൊക്കെയാണ് ട്രൂ ഇൻക്ലിനേഷനും അപ്പാരൻറ്റ് ഇൻക്ലിനേഷനും വിത്ത് റെസ്പെക്ട് ടു HP ആൻഡ് VP റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ്. ഇതിൽ ഫസ്റ്റ് കേസ് ലൈൻസ് ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP. ലൈൻസ് HPക്ക് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം VPക്ക് പാരലലും ആയിരിക്കും. ഓക്കെ, ഒരു ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈൻ PQ 60 mm ലോങ് ഈസ് പാരലൽ ടു VP, inclined 45 degrees to HP. 1 and P is 20 mm in front of VP and 10 mm above HP. Draw its projections. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ PQ എന്നൊരു ലൈനാണ്, ലൈനിൻ്റെ ലെങ്ത് 60 mm ലോങ് ആണ്. ഇത് VPക്ക് പാരലാണ് തന്നിട്ടുണ്ട്. അതുപോലെ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് വിത്ത് റെസ്പെക്ട് ടു HP. അതുപോലെ ഒരു പോയിന്റ് P എന്ന ലൈനിലെ ഒരു എൻ പോയിൻറ്റിൻ്റെ പൊസിഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ VP HP, ഫസ്റ്റ് ക്വാഡ്രന്റ് VP HP ആണ് വരച്ചിരിക്കുന്നത്. അതുപോലെ 2 മീറ്റ് ചെയ്യുന്ന റെഫറൻസ് ലൈൻ XY ഇൻക്ലൈൻ ടു HP ലൈനാണ്. ഞാനിവിടെ PQ എന്നൊരു ലൈൻ വരച്ചു. ഇറ്റ് ഇസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രീസ് ടു HP. HPയുമായിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള PQ എന്ന ലൈനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതുപോലെ ഈ P എന്ന പോയിന്റ് ഇറ്റ് ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. VPയുടെ ഫ്രണ്ടിലായിട്ട് 20 mm ഫ്രണ്ടിലായിട്ടാണ് P എന്ന പോയിന്റ്. അതുപോലെ 10 mm എബവ് HP ആണ്. HPയുടെ മുകളിലായിട്ട് 10 mm മുകളിലായിട്ടാണ് ഈ ഒരു പോയിന്റ് ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ലൈൻ, ഈ ഒരു PQ എന്ന ഇൻക്ലൈൻഡ് ലൈൻ ഫ്രണ്ട് വ്യൂ നോക്കുകയാണ്. നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ്. PQ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഒരു ലൈനാണ്. അപ്പോൾ അതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് ഫ്രണ്ട് വ്യൂവിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നത്. അത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അതിന് P', Q' എന്ന് മാർക്ക് ചെയ്തു. സോ ഇഫ് എ ലൈൻ ഇസ് ഇൻക്ലൈൻ ടു HP, നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത് അതുപോലത്തെ ഒരു ലൈൻ, സെയിം ലെങ്ത് വരുന്ന അതുപോലത്തെ ഒരു ലൈൻ ആയിരിക്കും. അതേ ഇൻക്ലിനേഷനുള്ള 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സെയിം ലൈൻ തന്നെയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആ ലൈൻ നോക്കുക. ഇറ്റ് ഈസ് എബോവ് XY ലൈനാണ്.
അതുപോലെ എക്സ് വൈ ലൈനുമായിട്ടും 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഫ്രണ്ട് വ്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ടോപ്പ് വ്യൂ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നിങ്ങൾ ഈ എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പി ക്യു എന്ന ലൈൻ മുകളിലും നോക്കുകയാണ്. ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്, ബിലോ എക്സ് വൈ ലൈൻ. അതിന് ഞാനിവിടെ പി ക്യു എന്ന് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ ആ പി ക്യു എന്ന ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് നോക്കുക. ലെങ്ത് കുറച്ച് ചെറുതാണല്ലേ, കാരണം ഈ പി ക്യു എന്ന ലൈൻ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആക്ച്വൽ ലെങ്ത് മനസ്സിലാകത്തില്ല. നമുക്ക് അതൊരു ചെറിയ ലൈനായിട്ടാണ് തോന്നുക. ഈ പി ക്യു എന്ന ലൈൻ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയാണ്. ചരിഞ്ഞിരിക്കുന്ന ഒരു സാധനം നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് ലെങ്ത് എത്രയാണെന്ന് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവുന്ന ലെങ്ത്, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ലെങ്ത് ആക്ച്വൽ ലെങ്തിനെക്കാളും കുറവായിരിക്കും. അപ്പോൾ അതാണ് നമുക്കിവിടെ ടോപ്പ് വ്യൂവിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് കുറവായിട്ട് കിട്ടാൻ കാരണം. ഈ ഒരു ലെങ്തിനെയാണ് അപ്പാരൻ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു വ്യൂവിൽ ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ട്രൂ ലെങ്ത് നമുക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു വ്യൂവിൽ മനസ്സിലാവുന്ന ലെങ്ത്, ആ ലെങ്തിനെയാണ് അപ്പാരൻ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ട്രൂ ലെങ്ത്, അല്ലെ ട്രൂ ലെങ്തിനെക്കാളും കുറവായിരിക്കും. സോ ഇവിടെ ഇഫ് എ ലൈൻ ഇസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി പാരലൽ ടു വി പി ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ ആ ലൈൻ ഇൻക്ലൈൻഡ് എത്ര ആംഗിളിലാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത് അതിൻ്റെ ട്രൂ ലെങ്ത് ആണ്. പി ഡാഷ് ക്യൂ ഡാഷ് ആക്ച്വൽ ലെങ്ത് തന്നെയാണ്. എന്നാൽ ടോപ്പ് വ്യൂവിൽ അപ്പാരൻ്റ് ലെങ്ത് ആണ് കിട്ടുക. ട്രൂ ലെങ്തിനെക്കാളും കുറച്ച് കുറവായിരിക്കും. അതുപോലെ അത് എക്സ് വൈയുടെ താഴെ അതിന് പാരലായിരിക്കും. നോക്കുക, ഇവിടെ പി ക്യു എന്ന ലൈൻ ഈ റെഫറൻസ് ലൈനിന് പാരലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ശരി, ഇപ്പോൾ നമ്മളിതിൻ്റെ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ കണ്ടു. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം റെഫറൻസ് ലൈൻ വരച്ചു. കഴിഞ്ഞ എല്ലാ കേസിലും നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിലെ പോയിന്റ് പി ആദ്യം മാർക്ക് ചെയ്യണം. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യണം. 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി, 10 mm എബോവ് എച്ച് പി ആണ്. അപ്പോൾ 10 mm ഹൈറ്റ് വരുന്ന ഒരു ലൈൻ, പ്രൊജക്ടർ ലൈൻ, അതിൻ്റെ എൻഡിലായിട്ടൊരു ഡോട്ട് ഇട്ടു, പി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഇനി 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി ആണ്. ഇതേ ലൈൻ തന്നെ താഴോട്ട് വരയ്ക്കുക, ലെങ്ത് 20, എൻഡിലായിട്ട് പി എന്ന് മാർക്ക് ചെയ്തു. സോ ഈ ലൈനിൻ്റെ എൻഡ് പോയിന്റ് പിയുടെ പൊസിഷൻ ആദ്യമേ മാർക്ക് ചെയ്തു. ഇനി ഇതിൽ ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. കാരണം എനിക്കിവിടെ ട്രൂ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ട്രൂ ലെങ്ത് 60 mm തന്നിട്ടുണ്ട്. അപ്പോൾ ട്രൂ ലെങ്ത് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. when a line is inclined to HP and parallel to VP, true length is seen in the front view. So true length ആദ്യം വരയ്ക്കാം. അതിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട് 45 degrees. സോ പി ഡാഷ് ചെയ്യുന്ന 45 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്ന 60 mm ലെങ്ത് ഉള്ളൊരു ലൈൻ വരച്ചു. പി ഡാഷ് ചെയ്യുന്ന 60 mm ലെങ്ത് വരുന്ന 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരച്ചു. മറ്റേ എൻഡിന് ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഫ്രണ്ട് വ്യൂ നമുക്ക് ഇതുപോലത്തെ ഒരു ലൈനാണ് കിട്ടുക. അങ്ങനെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് ക്യൂ ഡാഷിൽ നിന്ന് ഒരു ലൈൻ താഴോട്ട് വരയ്ക്കുക. ഇതുപോലെ ക്യൂ ഡാഷിൽ നിന്ന് ഒരു ലൈൻ താഴോട്ട് വരച്ചു. ഈ ലൈൻ വരയ്ക്കുമ്പോൾ എക്സ് വൈ ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ക്യൂ ഡാഷിൽ നിന്ന് ഒരു ലൈൻ താഴോട്ട് വരച്ചു. ഇതിന് ലെങ്ത് ഒന്നുമില്ല, ഇതുപോലെ താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് പി എന്ന പോയിന്റിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, വിച്ച് ഇസ് പാരലൽ ടു എക്സ് വൈ. പി എന്ന പോയിന്റിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ, ക്യൂ ഡാഷിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ. ഈ രണ്ട് ലൈൻസും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതിന് ക്യൂ എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ പി ക്യു എന്ന ഈ ഒരു ലൈനാണ് ഈ കേസിലെ ലൈനിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, പി ഡാഷ് ക്യൂ ഡാഷ് ആണ് ഫ്രണ്ട് വ്യൂ. അതിൽ ക്യൂ ഡാഷിൽ നിന്ന് ഒരു ലൈൻ താഴോട്ട് വരച്ചു. ദെൻ പിയിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. രണ്ട് ലൈന് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ക്യൂ എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ പി ക്യു എന്ന ലൈനാണ് ലൈനിൻ്റെ ടോപ്പ് വ്യൂ. പി ക്യു എന്ന ലൈൻ നോക്കുക. ആ ലൈനിൻ്റെ ലെങ്ത് പി ഡാഷ് ക്യൂ ഡാഷിനെക്കാളിലും കുറവാണ്, 60 mm കുറവായിരിക്കും. അതിന് നമ്മൾ അപ്പാർ ലെങ്ത് എന്നാണ് പറയുക. അപ്പാർ ലെങ്ത് ഓർ പ്ലാൻ ലെങ്ത് എന്നൊക്കെ പറയാറുണ്ട്. സോ വെൻ എ ലൈൻ ഇസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി പാരലൽ ടു വി പി, ഫ്രണ്ട് വ്യൂവിൽ ആ ഒരു ഇൻക്ലൈൻഡ് ലൈൻ നമുക്ക് കാണാൻ പറ്റും, എത്രയാണ് ആംഗിൾ എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത് ആ ലൈനിൻ്റെ ട്രൂ ലെങ്ത് 60 mm ആണ് ഇവിടെ ട്രൂ ലെങ്ത്. ആ ലെങ്ത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്നാലും ടോപ്പ് വ്യൂവിൽ കിട്ടുന്നത് ആ ലെങ്തിനെക്കാളും കുറച്ച് കുറഞ്ഞൊരു ലെങ്താണ്. നമുക്ക് ഫീൽ ചെയ്യുന്ന ലെങ്ത് അപ്പാർ ലെങ്ത് ആണ്. അതാണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കിട്ടുക. സോ ഇവിടെ പാരലൽ ടു വി പി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂവിൽ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ അത് പാരലൽ ടു എക്സ് വൈ ആയിരിക്കും. ഇൻക്ലൈൻഡ് 45 degrees ടു എച്ച് പി എന്ന് പറഞ്ഞാൽ അത് എക്സ് വൈയിൽ ഫ്രണ്ട് വ്യൂവിൽ ഇൻക്ലൈൻ ടു എക്സ് വൈ ആയിരിക്കും. ഓക്കെ,
സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ആദ്യം പി എന്ന പോയിന്റ് പ്ലോട്ട് ചെയ്തു, എന്നിട്ട് പി ഡാഷിൽ നിന്ന് ഇൻക്ലൈൻഡ് ലൈൻ വരച്ചു, ദെൻ ക്യൂ ഡാഷിൽ നിന്ന് ഒരു ലൈൻ താഴോട്ട് വരച്ചിട്ട് താഴത്തെ പോയിന്റ് പിയിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടാണ് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ ലെങ്ത് ഒക്കെ കിട്ടിയത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കില്ല, വേറെ രീതിയിലായിരിക്കും ഇത് വരയ്ക്കുന്നത്. പക്ഷേ ലൈൻസ് ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി ആണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഫൈനൽ ഫിഗർ, അവസാനത്തെ ഫിഗർ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ വരയ്ക്കുന്ന ഓർഡറിന് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ ആദ്യം വരയ്ക്കുന്നത് ഈ പി ഡാഷ് ക്യൂ ഡാഷ് എന്ന ലൈൻ ആവില്ല, ഈ ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കില്ല, ചിലപ്പം ടോപ്പ് വ്യൂ ആയിരിക്കും ആദ്യം വരയ്ക്കുന്നത്, ഈ പി എന്ന ലൈൻ ആയിരിക്കും ആദ്യം വരയ്ക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ട്രൂ ലെങ്ത് തന്നിരിക്കില്ല, പകരം ഈ പ്ലാൻ ലെങ്ത് അല്ലെങ്കിൽ അപ്പാർ ലെങ്ത് ആയിരിക്കും തന്നിരിക്കുന്നത്. ആദ്യം ഈ പി എന്ന ലൈൻ വരച്ചിട്ട് അവസാനമായിരിക്കും പി ഡാഷ് ക്യൂ ഡാഷ് വരയ്ക്കുന്നത്. ചില മറ്റൊരു ക്വസ്റ്റ്യനിൽ ഈ ആംഗിൾ വന്നിട്ടുണ്ടാവില്ല, പകരം ട്രൂ ലെങ്തും അപ്പാർ ലെങ്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ലൈൻസ് ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി ആണെങ്കിൽ അതിൻ്റെ ഫൈനൽ ഫിഗർ കാണാൻ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു ഫിഗറിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ ഓഫ് എ ലൈൻ പാരലൽ ടു വി പി inclined at 45 to the HP is 50 mm. One end of the line is 12 mm above HP and 25 mm in front of the VP. Draw the projections of the line. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഏത് കേസിൽ പെടുന്നതാണ്. ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഉണ്ട് ലൈൻ പാരലൽ ടു വി പി ഇൻക്ലൈൻഡ് അറ്റ് 45 to HP. അപ്പോൾ ഇൻക്ലൈൻഡ് ടു എച്ച് പി പാരലൽ ടു വി പിയിലൊരു പ്രോബ്ലമാണിത്. ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ ഇസ് 50 mm. ഫസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത് ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ആണ് 50 mm. ഓക്കെ, അത് മനസ്സിലാക്കുക. ലൈനിൻ്റെ ലെങ്ത് അല്ല, ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ലെങ്ത്, ആ ലെങ്ത് ആണ് തന്നിരിക്കുന്ന 50 mm. പിന്നെ അടുത്തത് എൻഡ് ഓഫ് ദ ലൈൻ, ഏതോ ഒരു എൻഡ് 12 mm എബോ എച്ച് പി 25 ഇൻ ഫ്രണ്ട് ഓഫ് വി പി, എല്ലാ ക്വസ്റ്റ്യനിലും കാണുന്നതാണ്. ഇത്രയും കാര്യങ്ങളുണ്ട്. സോ ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കതിൻ്റെ സ്റ്റാൻഡേർഡ് ഫിഗർ അറിയാം. ഏതാണ്? ഇതുപോലെ ഇരിക്കുന്ന ഒരു ഫിഗറാണ് ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പിയിലെ ഫിഗർ. നിങ്ങൾ ആദ്യമേ സൈഡിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വെറുതെ വരച്ച് വെക്കുക, ചെറുതായിട്ട് വരച്ചാൽ മതി, ജസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതല്ല നമ്മുടെ സൊല്യൂഷൻ വേറെയാണ്. ഇത് നമ്മൾ റെഫറൻസ് ആക്കി വെച്ചിട്ട് ഇത് നോക്കി വരയ്ക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിൽ എവിടെയെങ്കിലും റഫായിട്ട് വരച്ചാൽ മതി. ഇത് നോക്കി വരയ്ക്കുകയെന്ന് വെച്ചാൽ കുറച്ച് എളുപ്പമായിരിക്കും. നോക്കാണ്ട് വരയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും വരയ്ക്കാം. ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും കുറച്ച് എളുപ്പം. ശരി, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഫിഗർ ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി കേസിൽ. ആദ്യം നമുക്ക് ഇതിൻ്റെ എക്സ് വൈ ലൈൻ വരയ്ക്കാം. ഇനി ഇതിലെ ഒരു പോയിൻ്റ് എൻ പോയിൻറ്റിൻ്റെ പൊസിഷനുണ്ട്. 12 mm എബവ് എച്ച് പി ആണ്. 12 mm ഹൈറ്റ് വരുന്നൊരു ലൈൻ. എൻഡിൽ ഞാനിവിടെ എ എന്ന് മാർക്ക് ചെയ്തു, എ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. മുകളിലത്തെ പോയിൻറ്റ്സ് എല്ലാം ഡാഷ് യൂസ് ചെയ്തു, താഴത്തെ എല്ലാം സ്മോൾ ലെറ്റർ മാത്രമായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ദെൻ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 25 mm ഹൈറ്റ് വരുന്നൊരു ലൈൻ എക്സ് ലൈൻ്റെ താഴോട്ട്, അതിന് എ എന്ന് മാർക്ക് ചെയ്തു. ടോപ്പ് വ്യൂവിലൊരു പോയിൻ്റാണ് എ, ഫ്രണ്ട് വ്യൂവിലൊരു പോയിൻ്റാണ് എ ഡാഷ്. ഇനി നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഇനി അടുത്ത ഏത് ലൈൻ വരയ്ക്കാൻ പറ്റും? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം വരച്ചത് ഈ പി ഡാഷ് ക്യൂ ഡാഷ് എന്ന ലൈനാണ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ലൈൻ ആദ്യം വരച്ചു. പക്ഷേ ഇവിടെ ഇത് ആദ്യം വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ ലൈനിൻ്റെ ട്രൂ ലെങ്ത് അറിയില്ല, ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആംഗിൾ ഉണ്ടായിരുന്നെങ്കിൽ വരയ്ക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ ആംഗിൾ മാത്രമേ ഉള്ളൂ, ട്രൂ ലെങ്ത് തന്നിട്ടില്ല. തന്നിരിക്കുന്ന ടോപ്പ് വ്യൂ ലെങ്ത് ആണ് 50 mm. അതായത് ഇവിടെ ഉള്ള ഈ ടോപ്പ് വ്യൂവിൽ കാണുന്ന പി ക്യു എന്ന ലൈനിൻ്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്ന 50 mm. സോ അതുകൊണ്ട് തന്നെ ആദ്യം ഈ ടോപ്പ് വ്യൂ വരയ്ക്കാം. ടോപ്പ് വ്യൂ ലെങ്ത് 50 ആണ്, അതോടൊപ്പം എക്സ് വൈ ലൈനിന് പാരലാണ്. ഇവിടെ എ എന്ന പോയിന്റിൽ നിന്ന് 50 mm ലെങ്ത് വരുന്ന എക്സ് വൈ ലൈനിന് പാരലായിട്ടുള്ള ലൈൻ വരച്ചു. മറ്റേ എന്നെ ബി എന്ന് മാർക്ക് ചെയ്തു, ലെങ്ത് 50. സോ ഇവിടെ ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു. അങ്ങനെ ടോപ്പ് വ്യൂ കിട്ടി. ഇനി ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നോക്കി, ഈ റെഫറൻസ് ഫിഗർ നോക്കി, ഇവിടെ ക്യൂവിലെന്ന് മുകളിലോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലേ, മറ്റൊരു പ്രൊജക്ടർ ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ചെയ്യാം, ബിയിലെന്ന് മുകളിലോട്ടൊരു ലൈൻ വരയ്ക്കുക. ഈ ലൈന് പ്രത്യേകിച്ച് ലെങ്ത് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ മുകളിലേക്ക് വരയ്ക്കുക. എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. ഇതുപോലെ മുകളിലോട്ട് വരച്ചാൽ മതി.
ഇനി അടുത്ത ഫ്രണ്ട് വ്യൂ ആണ് കിട്ടേണ്ടത്. ഫ്രണ്ട് വ്യൂവിലെ ആംഗിൾ തന്നിട്ടുണ്ട്, 45 ഡിഗ്രീസ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആംഗിൾ. പക്ഷെ ലെങ്ത് അറിയത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എ ഡാഷിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വയ്ക്കുക. പ്രൊട്രാക്ടർ എ ഡാഷിൽ വെച്ചിട്ട് 45 ഡിഗ്രീസ് അതിൽ മെഷർ ചെയ്യുക. എന്നിട്ട് 45 ഡിഗ്രി ലൈൻ ആംഗിൾ വരുന്നൊരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ ലെങ്ത് അറിയില്ല. ഇതുപോലെ 45 ഡിഗ്രി മെഷർ ചെയ്തിട്ട് എ ഡാഷിൽ നിന്നൊരു ലൈൻ വരയ്ക്കുക. നിങ്ങൾ ഈ 45 ഡിഗ്രി മെഷർ ചെയ്ത് വരയ്ക്കുന്ന ലൈനും നേരത്തെ ബിയിലെന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈനും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇനി ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ബി ഡാഷ് എന്ന പോയിന്റ്. ഇവിടെ കിട്ടിയിരിക്കുന്ന ക്യൂ ഡാഷ് എന്ന പോയിൻ്റാണ് ഇവിടുത്തെ ഈ ബി ഡാഷ്. നമ്മളെന്താ ചെയ്തത്? ആദ്യം ബിയിലെന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. എന്നിട്ട് എ ഡാഷിൽ പ്രൊട്രാക്ടർ വെച്ചു. 45 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. അങ്ങനെ ആ രണ്ട് ലൈൻസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ലൈനിൻ്റെ മറ്റേ എൻഡിലെ പോയിന്റ്. അതിന് ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഇനി എ ഡാഷ് ബി ഡാഷ് മാത്രം തിക്കായിട്ട് വരയ്ക്കുക. ഓക്കെ. ഇനി എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്ന ലൈനിൻ്റെ ട്രൂ ലെങ്ത് കിട്ടും. ട്രൂ ലെങ്ത് അതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഡിറ്റർമിൻ ഇറ്റ്സ് ട്രൂ ലെങ്ത്. അപ്പോൾ നിങ്ങൾ എത്രയാണെന്ന് ഇത് മെഷർ ചെയ്ത് നോക്കുക വരച്ചതിന് ശേഷം എ ഡാഷ് ബി ഡാഷ്. എന്നിട്ട് എ ഡാഷ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു ഇത്ര മില്ലിമീറ്റേഴ്സ് ആണെന്ന് എഴുതുക. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. രണ്ടും നോക്കി, രണ്ട് ഫിഗറും സമാനമാണ്, രണ്ടും സിമിലർ ആണ്. പക്ഷെ രണ്ടും വരച്ചിരിക്കുന്നത് രണ്ട് രീതിയിലാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആദ്യമേ ഫ്രണ്ട് വ്യൂ വരച്ചു, എന്നിട്ട് ടോപ്പ് വ്യൂ വരച്ചു. ഇവിടെ ആദ്യം ടോപ്പ് വ്യൂ വരച്ചിട്ട് ഫ്രണ്ട് വ്യൂ വരച്ചു. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്യും. തന്നിരിക്കുന്ന ടോപ്പ് വ്യൂ ആയതുകൊണ്ടാണ് ആദ്യമേ ടോപ്പ് വ്യൂ വരച്ചിട്ട് ഫ്രണ്ട് വ്യൂ വരച്ചു, എന്നിട്ട് ലൈൻ്റെ ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചത്. ഇത് വരയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫൈനൽ വ്യൂസ് മാത്രം, അതായത് ഇവിടെ എ ഡാഷ് ബി ഡാഷ് എന്ന ഫ്രണ്ട് വ്യൂ, എ ബി എന്ന ടോപ്പ് വ്യൂ മാത്രം തിക്കായിട്ട് വരയ്ക്കുക, ഡാർക്കായിട്ട് വരയ്ക്കുക. ബാക്കി എല്ലാ ലൈൻസും ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ ഉണ്ടായിരുന്നു, ഇൻക്ലിനേഷൻ വിത്ത് HP ഉണ്ടായിരുന്നു, ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ മറ്റേതെങ്കിലും ഡേറ്റ ആയിരിക്കും തന്നിരിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. The top view of a 75 mm long line measures 55 mm. Line is in the VP. Its one end being 25 mm above the HP draw its projections. ഈ ക്വസ്റ്റ്യനിൽ ടോപ്പ് വ്യൂ ഓഫ് എ 75 mm ലോങ് ലൈൻ, 75 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനിൻ്റെ ടോപ്പ് വ്യൂ 55 mm ആണ് എന്നാണ് ഫസ്റ്റ് ലൈനിൽ തന്നിരിക്കുന്നത്. ലൈനിൻ്റെ ആക്ച്വൽ ലെങ്ത് ആണ് 75 mm. അതിൻ്റെ ടോപ്പ് വ്യൂവിലെ ലെങ്ത് ആണ് എന്ത്? 55 mm. ലൈൻ ഇസ് ഇൻ ദ VP ആണ്, VPയിൽ റെസ്റ്റ് ചെയ്യുന്നൊരു ലൈനാണ്. ഇറ്റ്സ് വൺ ആൻഡ് ബീങ് 25 mm above the HP. Draw its projections. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലൈൻ ഇസ് ഇൻ ദ VP. നമ്മൾ പോയിൻറ്റ്സ് പഠിച്ചെന്നൊക്കെ ഓർമ്മയുണ്ടാവും. പോയിൻറ്റ് ഇൻ ദ HP, പോയിൻറ്റ് ഓൺ VP അങ്ങനെ തന്നിരിക്കുകയാണെങ്കിൽ ആ പോയിൻറ്റ് XY ലൈനിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ലൈൻ ഇൻ ദ VP ആണെങ്കിൽ ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ XY ലൈനിലായിരിക്കും. ഇനി അതല്ല ലൈൻ ഇൻ HP എന്നാണെങ്കിൽ ആ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിലായിരിക്കും. ലൈൻ ഇൻ HP ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ XY ലൈനിലായിരിക്കും. ലൈൻ ഇൻ VP എന്നാണെങ്കിൽ ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ XY ലൈനിലായിരിക്കും. ഇവിടെ ഇപ്പോൾ ലൈൻ ഇൻ VP എന്നാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പ് വ്യൂ XY ലൈനിലാണ്. അതിൻ്റെ ലെങ്ത് വന്നിട്ടുണ്ട് 55 mm. അതുപോലെ ട്രൂ ലെങ്തും ഉണ്ട്. ഞാനിവിടെ ആദ്യമേ ആ ലൈൻസ് ഇൻക്ലൈൻ ടു HP പാരലൽ ടു VPയുടെ റെഫറൻസ് ലൈൻ വരച്ചു. ഇതിൽ നോക്കുക, ഇവിടെ ലൈൻ ഇൻ ദ VP എന്നാണ്. ഇവിടെ നോക്കി PQ എന്ന ലൈൻ XY ലൈനിൻ്റെ താഴെയാണ് ഈ റെഫറൻസ് സ്ഫിയറിൽ ഞാൻ വരച്ചിരിക്കുന്നത്. PQ എന്ന ലൈൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് XY ലൈനുമായിട്ട് കോയിൻസൈഡിങ് ആയിരിക്കും. കാരണം ലൈൻ ഇൻ ദ VP എന്നാണ്. എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നോക്കാം. ഇത് റെഫറൻസ് ലൈൻ XY ലൈൻ വരച്ചു. ഇതിൽ വൺ എൻഡ് ബീങ് 25 mm എബവ് HP. 25 mm ഹൈറ്റ് വരുന്നൊരു പ്രൊജക്ടർ ലൈൻ മുകളിലോട്ട് വരച്ചു, എബവ് HP ആണ്. അതിന് A' എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ A എന്ന പോയിന്റ് XY ലൈനിൽ തന്നെ ആയിരിക്കും, കാരണം ലൈൻ ഇൻ ദ VP എന്നാണ്. സോ അതുകൊണ്ട് ഈ പ്രൊജക്ടറിൻ്റെ മറ്റേ എൻഡിൽ A എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ടോപ്പ് വ്യൂ ലെങ്തും ഉണ്ട്, ട്രൂ ലെങ്തും ഉണ്ട്. പക്ഷേ ട്രൂ ലെങ്ത് എടുത്ത് ആദ്യം വരയ്ക്കാൻ പറ്റില്ല, അതായത് ഈ ഫ്രണ്ട് വ്യൂ എടുത്ത് ആദ്യം വരയ്ക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ആംഗിൾ അറിയത്തില്ല. സോ ടോപ്പ് വ്യൂ ആദ്യം വരയ്ക്കാം 55 mm. ഈ XY ലൈനിൽ കോയിൻസൈഡിങ് ആയിട്ട് ആദ്യമേ അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാം. അതിന് AB എന്ന് മാർക്ക് ചെയ്തു, ലെങ്ത് 55 mm. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ B എന്ന പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ട് വരച്ചു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആംഗിൾ ഉണ്ടായിരുന്നു, എത്രയാണ് ആംഗിളും തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആംഗിൾ ഇല്ല, പകരം
ലൈനിൻ്റെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് 75 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. കോമ്പസിൽ 75 മില്ലിമീറ്റേഴ്സ് മെഷർ ചെയ്യുക. എന്നിട്ട് കോമ്പസ് പ്ലേസ് ചെയ്യേണ്ടത് A' എന്ന പോയിന്റിലാണ്. കോമ്പസ് എടുക്കുന്നു, കോമ്പസിൽ 75 മില്ലിമീറ്റേഴ്സ് മെഷർ ചെയ്യുന്നു, 75 mm മെഷർ ചെയ്തെടുത്തിട്ട് A' എന്ന പോയിന്റിൽ കോമ്പസ് വയ്ക്കുക. എന്നിട്ട് ഈ ബിയിലെന്ന് വരച്ചിരിക്കുന്ന ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. കോമ്പസിൽ 75 മില്ലിമീറ്റേഴ്സ് എടുത്തു, A' എന്ന പോയിന്റിൽ കോമ്പസ് വെച്ചു, ബിയിലെന്ന് വരച്ച വെർട്ടിക്കൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്തു. കാരണം ഇവിടെ കാണുന്ന ഈ P' Q' ആണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അതിൻ്റെ ലെങ്താണ് 75 മില്ലിമീറ്റേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ. ആ ലൈൻ ഈ ബിയിലെന്ന് വരച്ചിരുന്ന ലൈനിൽ എവിടെയോ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോമ്പസിൽ 75 mm മെഷർ ചെയ്തിട്ട് ആർക്ക് കട്ട് ചെയ്തത്. ആർക്കും ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത്? ആ ലൈനിൽ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ഇപ്പോൾ B'. ഇനി A' B' ജോയിൻ ചെയ്യുക. നമുക്ക് ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. ഇനി A' B' ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ തീറ്റ എന്ന ആംഗിൾ എത്രയാണെന്ന് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുക. നമുക്ക് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു HP കിട്ടും. സോ ഇവിടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന വ്യത്യാസം ആംഗിൾ ഇല്ലായിരുന്നു, പകരം ട്രൂ ലെങ്ത് ഉണ്ടായിരുന്നു. അതുപോലെ ലൈൻ ഇൻ ദ VP എന്നായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ടോപ്പ് വ്യൂ കിട്ടിയത് XY ലൈനിൽ തന്നെ കിട്ടി. അപ്പോൾ ആദ്യമേ XY ലൈനിൽ AB എന്ന 55 mm ലെങ്ത് എന്ന ലൈൻ വരച്ചു. എന്നിട്ട് ബിയിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ട് വരച്ചു, പെർപെൻഡിക്കുലർ ടു XY ലൈൻ. അതിനുശേഷം ഇവിടെ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കുന്നത്. കോമ്പസ് A' എന്ന പോയിന്റിൽ പ്ലേസ് ചെയ്തിട്ട് 75 mm കോമ്പസിൽ റേഡിയസ് ആക്കി എടുത്തു. ബിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരച്ച ലൈനിൽ ആർക്ക് കട്ട് ചെയ്ത് B' കണ്ടുപിടിച്ചു. എന്നിട്ട് B'-ഉം A' ജോയിൻ ചെയ്തു, ആംഗിൾ തീറ്റ കിട്ടി, ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു HP. സോ ഇതാണ് ഫൈനൽ ഫിഗർ. അപ്പോൾ നിങ്ങളിത് വരയ്ക്കുമ്പോൾ A' B'-ഉം AB എന്ന ലൈനും രണ്ട് ലൈൻസും മാത്രം തിക്കായിട്ട് വരയ്ക്കുക, ബാക്കിയെല്ലാം ലൈറ്റായിട്ട് വരയ്ക്കുക. ഈ ഫിഗറും സിമിലർ ആണ്, പക്ഷെ വരച്ചിരിക്കുന്ന ഓർഡറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇവിടെ ഇപ്പോൾ ട്രൂ ലെങ്ത് ഉണ്ട്, പൊസിഷൻ ഓഫ് ബോത്ത് എൻഡ്സ് ഓഫ് ലൈൻ ഉണ്ട്, ഇൻക്ലിനേഷനും പ്ലാൻ ലെങ്തും കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ 90 mm ലോങ് ലൈൻ ഇസ് പാരലൽ ടു ആൻഡ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി VP. ഇറ്റ്സ് വൺ എൻഡ് ഇസ് ഇൻ ദ HP while the other end is 50 mm above the HP. Draw its projections and find its inclination with the HP. എ 90 mm ലോങ് ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ്റെ ട്രൂ ലെങ്ത് ആണ്, ആക്ച്വൽ ലെങ്ത് ആണ് ഈ തന്നിരിക്കുന്ന 90 മില്ലിമീറ്റേഴ്സ്. പാരലൽ ടു ആൻഡ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ VP ആണ്. പാരലൽ ടു VP ആണ്, അതുപോലെ VPയുടെ ഫ്രണ്ടിലായിട്ടാണ്, 25 mm ഫ്രണ്ടിലായിട്ടാണ്. വൺ എൻഡ് ഇസ് ഇൻ ദ HP while the other end is 50 mm above the HP. ആ ലൈനിൽ രണ്ട് എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാവും. അതിൽ ഒരു എൻഡ് HP-യിലാണ്, മറ്റേ എൻഡ് 50 mm above the HP ആണ്. ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് എൻഡിൻ്റെയും പൊസിഷൻസ് വിത്ത് റെസ്പെക്ട് ടു HP തന്നിരിക്കുന്നത്. നമ്മുടെ ആദ്യമേ റെഫറൻസ് ഫിഗർ വരച്ചു. ഇവിടെ വൺ എൻഡ് ഈസ് ഇൻ ദ HP എന്ന് പറഞ്ഞാൽ ഇൻ ദ HP എന്നാണ്. അപ്പോൾ എലിവേഷനിൽ വരുന്ന അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ വരുന്ന ഒരു എൻഡ് HP എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വരച്ചിരിക്കുന്നതിൽ എലിവേഷനിലെ പോയിന്റ് എൻഡ് പോയിന്റ് P' ആണ്. P' ഇൻ ദ HP ആണ്, അതായത് ഇൻ ദ XY ലൈനിലാണ് ഇവിടെയുള്ള ഈ P' വരുന്നത്. അതുപോലെ രണ്ടാമത്തെ എൻഡ് Q' എന്ന എൻഡ് പോയിന്റ് 50 mm എബോവ് ദ HP എന്നാണ്. XY ലൈനും Q' തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്ന 50 മില്ലിമീറ്റേഴ്സ്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കറക്റ്റഡ് അത് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് വരയ്ക്കാൻ പറ്റും. P' Q' ഈ ലൈനിൻ്റെ ലെങ്താണ് 90 mm. പിന്നെ അതുപോലെ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ VP എന്ന് തന്നിരിക്കുന്നത് ഇവിടെ പോയിന്റ് P ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. VP ആയതുകൊണ്ട് തന്നെ പ്ലാനിലെ പോയിന്റ് Pയുടെ പൊസിഷനാണ്. അത് 25 mm താഴെയായിട്ടാണ് വരുന്നത്. അതുപോലെ വൺ എൻഡ് ഇസ് ഇൻ ദ HP ആണ്, അതായത് ഇവിടെ P' എന്ന പോയിന്റ് XY ലൈനിലാണ്. അതർ എൻഡ് ഇസ് 50 mm എബോവ് ദ HP ആണ്. ഇവിടെയുള്ള ഈ Q' എന്ന പോയിന്റ് XY ലൈനിൻ്റെ മുകളിൽ 50 mm മുകളിലായിട്ടാണ് ഈ Q' എന്ന പോയിന്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ലൈനിൻ്റെ പ്ലാനും കണ്ടുപിടിക്കണം, അതുപോലെ ആംഗിളും തന്നിട്ടില്ല, അതും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നോക്കാം. ആദ്യം XY ലൈൻ വരച്ചു. ഇതിലെ പോയിന്റ് P' XY ലൈനിൽ മാർക്ക് ചെയ്തു, കാരണം ഇൻ ദ HP എന്നാണ്. അപ്പോൾ എലിവേഷനിൽ വരുന്ന P' എന്ന പോയിന്റ് XY ലൈനിലായിരിക്കും. ദെൻ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പോയിന്റ്
25 mm ഇവിടെ താഴോട്ട് വരച്ചു. പോയിന്റ് പിയും മാർക്ക് ചെയ്തു. ഓക്കെ, പി ഡാഷും പിയും ആദ്യമേ മാർക്ക് ചെയ്തു. ഇനി ഇതിൽ കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിൽ ചെയ്യാത്തൊരു ഡിഫറെൻറ്റ് പ്രൊസീജിയറാണ്. കാരണം ഇവിടെ തന്നിരിക്കുന്നത് അതർ എൻഡ് ഇസ് 50 mm എബവ് ദ HP എന്നാണ്. അതായത് ക്യൂ ഡാഷ് എന്ന പോയിൻറ്റിൻ്റെ ഹൈറ്റാണ്, എക്സ് വൈ ലൈനുമായിട്ടുള്ള ഹൈറ്റാണ് തന്നിരിക്കുന്ന 50 mm. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ് വൈ ലൈനിൽ നിന്ന് 50 mm മുകളിലോട്ട് മെഷർ ചെയ്യുക. എന്നിട്ടൊരു ലൈൻ വരയ്ക്കുക ഇതുപോലെ. ക്യൂ ഡാഷ് എന്ന പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ 50 mm എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ട് 50 mm മുകളിലായിട്ടാണ് ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ഇത് ഡാഷ് ഡബിൾ ഡോട്ട് എന്നൊരു ടൈപ്പ് ഓഫ് ലൈനാണ്. ഈ ലൈനിനെ ലോക്കസ് ഓഫ് ഫ്രണ്ട് വ്യൂ എന്നാണ് പറയുന്നത്. ദിസ് ലൈൻ ഈസ് കോൾഡ് ലോക്കസ് ഓഫ് ഫ്രണ്ട് വ്യൂ. അതിന് എച്ച് ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഈ ലൈനിൽ എവിടെയോ ആണ് നമ്മളിനി വരയ്ക്കാൻ പോകുന്ന ക്യൂ ഡാഷ് എന്ന പോയിന്റ് വരുന്നത്. കാരണം ഈ ലൈനിൽ എവിടെ പോയിന്റ് വന്നാലും അത് എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ 50 mm മുകളിലായിരിക്കും ആ ഒരു പോയിന്റ് ഉള്ളത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എച്ച് ഡാഷ് എന്ന ഈ ഒരു ലോക്കസ് ഓഫ് ഫ്രണ്ട് വ്യൂ വരച്ചിരിക്കുന്നത്. ഇനി പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ ലെങ്ത് അറിയാം, 90 mm ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ആംഗിൾ അറിയത്തില്ല അല്ലേ. അതുപോലെ ക്യൂ ഡാഷ് എന്ന പോയിന്റ് ഈ ലൈനിൽ എവിടെയോ ആണെന്നും അറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും കോമ്പസ് എടുക്കുക. കോമ്പസിൽ 90 mm അല്ലെങ്കിൽ 9 cm മെഷർ ചെയ്യുക. കോമ്പസ് പി ഡാഷ് എന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യണം. പി ഡാഷ് എന്ന പോയിന്റ് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ലോക്കസ് ലൈനിൽ ആർക്ക് കട്ട് ചെയ്യുക. 90 mm റേഡിയസ് വരുന്നൊരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലെ 90 mm റേഡിയസ് വരുന്നൊരു ആർക്ക് ലോക്കസ് ലൈൻ എച്ച് ഡാഷിൽ കട്ട് ചെയ്യുക. ഇത് ചെയ്യുന്നത് ഇവിടെയുള്ള ഈ ഒരു ക്യൂ ഡാഷ് എന്ന പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ ലെങ്ത് അറിയാം, പക്ഷേ ഇവിടെ ആംഗിൾ അറിയത്തില്ല. അതുപോലെ ഈ ക്യൂ ഡാഷിൻ്റെ ഹൈറ്റ് അറിയാം, 50 ആണ്. സോ ലോക്കസ് ലൈനിൽ 90 mm റേഡിയസ് വരുന്ന ആർക്ക് പി ഡാഷ് എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച ശേഷം ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ ആർക്കും ലോക്കസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത്? ക്യൂ ഡാഷ്. ഇനി പി ഡാഷും ക്യൂ ഡാഷും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ കിട്ടും. അതിൻ്റെ ലെങ്ത് 90 mm ആണ്. ഇവിടെ ഒരു ഡിഫറെൻറ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ ക്യൂ ഡാഷിൻ്റെ ഹൈറ്റ് അറിയായിരുന്നു. എക്സ് ലൈൻ്റെ മുകളിലായിട്ട് 50 mm മുകളിൽ വരുന്നൊരു ലൈനാണ്, അല്ല പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ 50 mm ഹൈറ്റിൽ ഒരു ലൈൻ വരച്ചു പാരലൽ ടു എക്സ് വൈ ലൈൻ. അതിനെ ലോക്കസ് ഓഫ് ഫ്രണ്ട് വ്യൂ എന്നാണ് പറയുന്നത്. എച്ച് ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഈ ലൈനിൽ എവിടെയോ ആണ് നമുക്ക് കിട്ടേണ്ട ലൈനിൻ്റെ രണ്ടാമത്തെ പോയിന്റ് ക്യൂ ഡാഷ്. അത് കിട്ടാനായിട്ട് പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ ലെങ്ത് അറിയാം, ട്രൂ ലെങ്ത് ആണ്. ക്വസ്റ്റ്യനിലുണ്ട് 90 mm ആണ്. 90 mm നിങ്ങൾ കോമ്പസിലെടുക്കുക, അല്ലെങ്കിൽ 9 cm എടുക്കുക. കോമ്പസിൻ്റെ പോയിൻ്റർ പി ഡാഷിൽ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് 90 mm റേഡിയസ് വരുന്ന ആർക്ക് ഈ ലോക്കസിൽ കട്ട് ചെയ്യുന്നു. ആർക്കും ലോക്കസും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ രണ്ടാമത്തെ എൻ പോയിന്റ് ക്യൂ ഡാഷ് കിട്ടും. ഇനി ആ ക്യൂ ഡാഷ് നോക്കി, ക്യൂ ഡാഷിൻ്റെ ഹൈറ്റ് നോക്കി. ഇറ്റ് ഈസ് എബവ് എക്സ് വൈ ലൈനാണ്, അല്ലെങ്കിൽ എബവ് വി പി ആണ്, അല്ലെങ്കിൽ എബവ് എച്ച് പി ആണ്. 50 mm എബവ് എച്ച് പി ആണ്. ഇനി പി ഡാഷും ക്യൂ ഡാഷും ഒരു തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ലെങ്ത് 90 മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പി ഡാഷ് ക്യൂ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ലൈൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി എന്ന് കിട്ടും. ഓക്കെ, തീറ്റ എത്രയാണെന്ന് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുക. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ക്യൂ ഡാഷ് എന്നൊരു ലൈൻ ഇവിടെ താഴോട്ട് വരച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ക്യൂ ഡാഷ് എന്നൊരു ലൈൻ താഴോട്ട് വരയ്ക്കുക. പോയിന്റ് പിയിലെന്ന് എക്സ് വൈക്ക് പാരലായിട്ടുള്ളൊരു മറ്റൊരു ലൈനും വരയ്ക്കുക. സോ ഈ രണ്ട് ലൈൻസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിന്റ് ക്യൂ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ലൈനിൻ്റെ ലെങ്ത് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ലെങ്ത് അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടും. സോ ടോപ്പ് വ്യൂ ലെങ്ത് എന്തായാലും 90ക്കാളും കുറവായിരിക്കും. അത് എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കുക. എന്നിട്ട് സൈഡിൽ തീറ്റ ഈക്വൽ ടു ആംഗിൾ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് എഴുതുക. അതുപോലെ പി ക്യൂവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എഴുതി വയ്ക്കുക. പി ക്യൂ ഈക്വൽ ടു ആ ലെങ്ത് ഇൻ മില്ലിമീറ്റേഴ്സ് എഴുതുക. സോ അങ്ങനെ നമ്മളൊരു 3 ക്വസ്റ്റ്യൻസ് നോക്കി. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ഫിഗർ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫിഗർ ആദ്യം പഠിച്ച ഫിഗർ പോലെ സമാനമാണ്. പക്ഷെ വരയ്ക്കുന്ന പ്രൊസീജിയർ, വരയ്ക്കുന്ന ഓർഡറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ, ഈ റെഫറൻസ് ഫിഗറിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ചോദിച്ചാലും വരയ്ക്കാൻ പറ്റും. ഇനി ലൈൻസ് ഇൻക്ലൈൻ ടു ബി പി പാരലൽ ടു എച്ച് പി കേസ് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.